ആരോ ചെന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഖലീഫ, ആകെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. മക്ക ഭരിക്കുന്നതാരാ? നിങ്ങളെ ശത്രു. നമ്മൾ എത്ര സുഖമായിട്ട് ഭരിച്ചതാ മക്ക, അത് ശത്രു തട്ടിയെടുത്തില്ലേ. ഇപ്പൊ ഇതാ കൂഫയും തട്ടിയെടുക്കാൻ പോകുന്നു. നിങ്ങളുടെ ശത്രുവായിരിക്കുന്ന ഹുസൈനെ ക്ഷണിച്ച് കൂഫക്കാര്, എന്നിട്ട് ഹുസൈൻ ആ ക്ഷണം സ്വീകരിച്ച് ഈ കൂഫയിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. ദിവസങ്ങൾക്കകം ഹുസൈൻ അവിടെ എത്തിച്ചേരും. ഇപ്പൊ ഹുസൈന്റെ ഒരു പ്രതിനിധി, മുസ്ലിം എന്നാണ് പേര്, അയാളുണ്ട് കൂഫയുടെ മുക്കിലും മൂലയിലും ഒക്കെ വളരെ രഹസ്യ യോഗങ്ങൾ ചേർന്ന് ജനങ്ങളെ ഉത്ബുദ്ധരാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ഖലീഫ, കൂഫയും നഷ്ടപ്പെടാൻ പോകുന്നു. ഇതങ്ങോട്ട് കേട്ടാ പിന്നത്തെ ആരെന്താ, ഒന്ന് നഷ്ടപ്പെട്ട് മക്ക, ഇപ്പൊ കൂഫ. പടയാളികളെ ആയിരക്കണക്കിന് ഞാൻ മക്കയിൽ അയച്ച്, എന്നിട്ട് കുറെ എണ്ണം കുറച്ചിട്ടാ തിരിച്ചു കിട്ടിയത്. ഈ ശൈത്താന്മാരെ ഞാൻ അയക്കുന്നില്ല. പിന്നെ മക്കാർ, ഈ കൂഫക്കാരെങ്ങനെ പാഠം പഠിപ്പിക്കും? അതിന് വഴിയുണ്ട്. എന്റെ ബസറ ഭരിക്കുന്ന ഇബ്നു സിയാദ്, അയാള് വേണ്ടത് ചെയ്തോളും. അയാൾ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അത് ശരിയാണ്. ഇബ്നു സിയാദും യസീദും ഇങ്ങനെ സൈഡിന് പോവാ. അപ്പൊ മുമ്പിലുണ്ട് രണ്ടാളിങ്ങനെ പോണ്. ഇവരെ വില കൽപ്പിക്കാതെ മുന്നിൽ ഇങ്ങനെ പോവാന്ന് കൂട്ടിക്കോ. അപ്പൊ ഇബ്നു സിയാദിനോട് യസീദ് പറയാ, കൂട്ടുകാരാ, അതാ രണ്ടെണ്ണം കണ്ടോ, വല്ലാത്തൊരു യാത്ര. ആ വലതു ഭാഗത്തുള്ളവനെ പിടിച്ചാൽ കൊന്നാളാണ് എന്ന് പറഞ്ഞാൽ ഇബ്നു സിയാദ് എന്ത് ചെയ്യും? എന്ത് വലത്, രണ്ടും കിടക്കട്ടെ എന്ന് പറയും. അത് തന്നെ, അതാ സാധനം ഇത്. അങ്ങനത്തെ ഇബ്നു സിയാദിനെ കാര്യം ഏൽപ്പിച്ചാല് കൂഫക്കാരെ പാഠം പഠിപ്പിക്കും. എനിക്കെതിരിലുള്ള പ്രചരണമൊക്കെ അവിടെ സമാപിക്കും. ഉടനെ തന്നെ ഇബ്നു സിയാദിനൊരു സന്ദേശം, എന്റെ സുഹൃത്ത് ബസറയിലുള്ള ഗവർണർ ഇബ്നു സിയാദ് അറിയാൻ. സുഹൃത്തെ, ആദ്യമായിട്ടൊരു സന്തോഷ വാർത്ത, നിങ്ങളെ ഞാൻ കൂഫയിലും ഗവർണർ ആക്കിയിരിക്കുന്നു. കൂഫയിലൊരു ഗവർണർ വേറെ ഉണ്ട് കേട്ടോ, അത് പോരാന്നുള്ളടുത്താ. ഇപ്പൊ ഇയാൾക്ക് സ്ഥാനം കൊടുക്കുക. നിങ്ങൾ ബസറയിൽ ഗവർണറാണ്, കൂഫയിലും ഞാൻ നിങ്ങളെ ഗവർണർ ആക്കിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് കൂഫയിൽ പോകണം. നമ്മുടെ ശത്രുവായിരിക്കുന്ന ഹുസൈന്റെ ഒരു സുഹൃത്ത് അവിടെ വിലസുന്നുണ്ട്, കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം ഞാൻ പറയേണ്ടതില്ലല്ലോ. ഹുസൈൻ അടുത്ത് തന്നെ അവിടെ എത്തിച്ചേരും. എന്ത് ചെയ്യണം പറയേണ്ടതില്ലല്ലോ. ഒക്കെ നിങ്ങൾക്ക് വിട്ടു തന്നു എന്ന് നിങ്ങളുടെ സുഹൃത്ത് ഖലീഫ യസീദ് കൊടുത്തയച്ചു. ഇതങ്ങോട്ട് കിട്ടിയപ്പം ഇബ്നു സിയാദ് തുള്ളിച്ചാടാൻ തുടങ്ങി. ഞാൻ രണ്ട് നാട്ടിലെ മുഖ്യമന്ത്രി, കേരളത്തിലും കർണാടകത്തിലും രണ്ട് നാട്ടിൽ ഞാൻ മുഖ്യമന്ത്രി അല്ലേ, ബസറയിലും കൂഫയിലും ഗവർണർ. ഇവനതാ ആവേശായി. ഉടനെ തന്നെ ഇവൻ എന്ത് ചെയ്തു എന്നറിയോ പ്രിയപ്പെട്ടവരെ? പുറപ്പെടുകയാ. എവിടേക്ക്? കൂഫയിലേക്ക്. ഇവന് രണ്ട് സുഹൃത്തുക്കളുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ ആവശ്യം വരും. ഇപ്പം തന്നെ പറയാ. രണ്ട് സുഹൃത്തുക്കൾ, രണ്ട് സൈഡിലുണ്ട്, രണ്ട് ഗീറ്. ഏതാ? ഒന്ന് അംറ്, ഒന്ന് ഷമർ. ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല എന്നാ പറയുന്നത്. ചിരിക്കാന്ന് പറഞ്ഞ സംഭവം വീട്ടുകാർക്ക് അറിയൂല. എന്തോ കാണിക്കും പോസ്റ്റുകൾ. അഥവാ ചിരിച്ചാല് പേടിച്ച് മനുഷ്യന്മാർ ഓടും. അജാതി ചിരിയ, പേടിച്ചോടുന്ന ചിരി എന്ന് പറഞ്ഞാൽ കോലം മനസ്സിലായല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ രണ്ടാള് രണ്ട് സൈഡിൽ ഇങ്ങനെ നിൽക്കുക, അംറ് ഷമർ. എന്നാൽ ഈ സമയത്താണ് ഇവരെയും കൂട്ടിയിട്ട് ഇവൻ പുറപ്പെടുക. നേരെ കൂഫയിലേക്ക് അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ കുറെ പെട്ടെന്ന് ചെല്ലി കേട്ടോ സംഘാടകര്. നമ്മളെ സംഘാടകർ വരുന്നുണ്ട്. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. പിന്നെ ഇന്നിപ്പോ കൂടുതലൊന്നും കരുതിയിട്ടുണ്ടാകൂല. നാളെ വരുമ്പോ മനസ്സിലാക്കാം ഇന്നലത്തെ ബാക്കി കേൾക്കാൻ വന്നതാണെന്നൊക്കെ. ഇന്നിപ്പോ മോഡൽ നോക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ എണീക്കാൻ ഒഴിവില്ലായിട്ട് ഇങ്ങനെ നിന്ന് ഒപ്പിക്കും. ഞാൻ ഇപ്പൊ തീർക്കുക വേറെ കഥ. നമ്മുടെ ആരും അങ്ങനെയൊക്കെയാണ്, ടൈമൊക്കെ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി വിജയിക്കണം. എല്ലാവരും സഹായിക്കാം, ഉള്ളത് സഹായിക്കണേ. കൊടുക്കുക, ഒരു മടിയും വേണ്ട. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് അപ്പം നമ്മളുള്ളത്. എന്തും കൊടുക്കുക, എന്തും വാങ്ങാം. ആർക്കും ഒരു പ്രശ്നമല്ലല്ലോ. ഇപ്പോഴാരോ പറയുന്നത് അതിന് നല്ല സംഭാവന എപ്പോഴാണ് കിട്ടിയത്? പൈസ നാട്ടിലില്ല. കാരണം എന്താ? എല്ലാവർക്കും മടുത്ത്. എന്ത് പൈസ? അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അല്ലേ? അതൊക്കെ അത്രേ ഉള്ളൂ. കിട്ടുന്നത് അള്ളാൻ എടുക്കുന്ന വല്ല പ്രീതിയും കിട്ടിയാൽ അത് കിട്ടട്ടെ, കൊടുത്ത് തീർക്കാൻ. ഇപ്പൊ അങ്ങനെയൊക്കെ അയക്കുന്ന ദുനിയാവ് ഒക്കെ മടുത്തുക്കുന്ന ദുനിയാവൊക്കെ അങ്ങനത്തെ ഒരു ഹാലിലെ അപ്പം നമ്മളുള്ള അള്ള കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ഇന്ന് കിട്ടില്ലാത്തവർ നാളെ വന്നിട്ട് നൽകണം എന്ന് ഉണർത്തുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ച് തരാം, ബാക്കി നമുക്ക് നാളെ പറയാലോ. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ സംഭവം? ഇബ്നു സിയാദിന് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഇബ്നു സിയാദ് അംറ് ഷമർ എന്ന് പറയുന്ന ഇടം വലം നിൽക്കുന്ന രണ്ട് ഗുണ്ടകള് അല്ലെങ്കിൽ റൗഡികള് അല്ലെങ്കിൽ പറയപ്പെട്ട രണ്ടെണ്ണം അവരുമായിട്ട് ഇവൻ അങ്ങോട്ട് പുറപ്പെട്ടു. എവിടേക്ക്? നേരെ കൂഫയിലേക്ക് അങ്ങോട്ട് പോയി. കൂഫ ഫതഹാക്കാൻ പോവുക. ഇപ്പൊ
കൂഫയിൽ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ എന്താ കഥ? കുറെ പ്രായമുള്ള ആളുകളുണ്ട്, ഇങ്ങനെ ഈച്ചനെയൊക്കെ അടിച്ച് ഇങ്ങനെ കയ്യുന്നു, സൈഡിലൊക്കെ ഇരിക്കുന്നു, ഇങ്ങനെ പല ഭാഗത്തും. യുവാക്കന്മാരെ ഒന്നും കാണുന്നില്ല. അപ്പൊ യുവാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ ചോരത്തളപ്പുള്ളവരായിരിക്കും. അപ്പൊ ഇവനും തൻ്റെ കൂട്ടുകാർ പട്ടാള തലവന്മാരെന്ന് പറയുക, അവരുമായിട്ട് ഇങ്ങോട്ട് വന്ന് ഇബ്നു സിയാദ് വന്നിട്ട് നോക്കുമ്പോൾ ഇങ്ങനത്തെ കുറെ മനുഷ്യന്മാർ പ്രായമുള്ള. ഇവൻ ചോദിച്ചു, ജനങ്ങളെ, ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ എവിടെ പോയി? ആശന്മാർക്ക് എന്ത്, ഞങ്ങൾ അറിയില്ല. അപ്പൊ ഇവൻ ചോദിച്ചു, ഞാൻ ആരാന്നറിയോ? ഇല്ല. ഇബ്നു സിയാദിനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഓരോരുത്തരും മനസ്സിലാകുന്നത് ആ സാധനമാണ് ഈ സാധനമെന്ന്. ആകെ വർക്കാൻ തുടങ്ങിയില്ലേ? മനസ്സിലായിപ്പോ ഞാനാണ് ഇബ്നു സിയാദ്. ഈ നാട്ടിൽ ചില ജോലികളുമായിട്ട് വന്നതാ. ചില കാര്യങ്ങളൊക്കെ ഭംഗി പോലെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് ഭംഗി പോലെ ചെയ്തിട്ടേ തിരിച്ചു പോകും. അതിനുദ്ദേശിച്ച് വന്നതാ. നാട്ടിലുള്ളവരൊക്കെ എവിടെ? അപ്പൊ എല്ലാരും ഏക സ്വരത്ത് പറഞ്ഞപ്പോ പിന്നെ അപ്പുറത്തൊരു പ്രസംഗം കേൾക്കാൻ പോയതാണ്. മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം കേൾക്കാൻ അപ്പുറത്തൊരു സ്റ്റേജ്, അവിടെ പ്രസംഗം കേൾക്കുക, കുറെ നാട്ടിലുള്ള ചെറുപ്പക്കാർ ആവേശം കൊള്ളുക, ഹുസൈൻ തങ്ങൾ വരുന്ന കഥയൊക്കെ ഇങ്ങനെ കേട്ട് ആവേശം കൊള്ളുക. അങ്ങനത്തെ കഥ ഇവരങ്ങോട്ട് പറഞ്ഞപ്പോ എത്രയും പെട്ടെന്ന് ചെന്ന് അവന്മാരോട് എന്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടി പറ. പായസന്മാരല്ലേ ഈറ്റിങ്ങൾക്ക് ഓടാൻ കഴിയോ, എന്നാലുള്ള ജീവമായിട്ട് ഓടി ചെന്ന് കുറെ അങ്ങ് ചെന്നപ്പോതാ ഒരു വട്ടമിട്ട ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു. ഒരാൾ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന മുസ്ലിം തങ്ങൾ, 2 കുട്ടികൾ സമീപത്തുണ്ട്. അവിടെ അങ്ങോട്ട് എത്തിയപ്പോ ഇവര് സദസ്സിന്റെ സൈഡിൽ അവിടെ ഇരുന്ന് ഓടി വന്ന ആളുകൾ മെല്ലെ ഓരോരുത്തരുടെ കാതിലും വിവരം പറയാ, ഇബ്നു സിയാദ് വന്നിട്ടുണ്ട്, ചില ജോലി പൂർത്തിയാക്കാനെന്നും പറഞ്ഞാ വന്നത്, എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങളാണ്, നിങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരും വെറുക്കാൻ തുടങ്ങിയില്ലേ, പിന്നെ എണീക്കാൻ തുടങ്ങി. അച്ചടക്കമുള്ള മുസ്ലിം തങ്ങളുടെ പ്രിയപ്പെട്ട സദസ്സ് എന്തൊരു അച്ചടക്കത്തോടു കൂടി ബഹുമാനപ്പെട്ടവരുടെ ഉപദേശം സാഗൂതം ശ്രദ്ധിച്ച ജനങ്ങളതാ ഓരോരുത്തരായിട്ട് എഴുന്നേൽക്കുന്നു. പിന്നെയോ മെല്ലെ സദസ്സിന്റെ ബേക്ക് ചെന്നിട്ട് ഒറ്റ ഓട്ടോ. മുസ്ലിം തങ്ങൾ പ്രസംഗം നിർത്തി. മഹാൻ ചോദിച്ചു, കൂട്ടുകാരെ എന്താ സംഭവം, എന്താ കാര്യം? ഒരു മറുപടിയില്ല. എത്ര ആവേശത്തിലാണ് ഇവരൊക്കെ മുമ്പിൽ ഇരുന്നിരുന്നത്. ചോദിച്ചു നോക്കുമ്പോ മറുപടിയില്ല. അങ്ങനെ പലരും അതാ എണീറ്റോടി. അക്കൂട്ടത്തിൽ ഒരാളോട് മഹാൻ ചോദിച്ചു, സുഹൃത്തെ ദയവ് ചെയ്ത് പറ, എന്താ സംഭവം എന്ന് പറ, ഞങ്ങളൊന്ന് അറിയണ്ടേ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, ഓടുന്നത്, എന്ത് അച്ചടക്കമുള്ള സദസ്സായിരുന്നു നമ്മുടേത്? അപ്പൊ ഇയാളെ മറുപടി എന്താണെന്നറിയോ? ജീവൻ വേണമെങ്കിൽ ഓടിക്കോ, ഇതും പറഞ്ഞാണ് ഓടുന്നത്. എന്ത് ചെയ്യും പഠിച്ച തമ്പുരാനെ? അവസാനം നടു റോട്ടിലിട്ട് കൂഫക്കാർ ഓടി ഇബ്നു സിയാദിന്റെ സമീപത്തേക്ക്. കണ്ടോ കോലോ? കത്തിന് മറുപടി കൊടുക്കാതിരുന്നപ്പോ ഞമ്മക്ക് തോന്നി ഈറ്റിങ്ങൾ പാവങ്ങൾ ഇട്ടോ എന്ന്. ഹുസൈൻ തങ്ങൾ അത് മുൻകൂട്ടി മനസ്സിലാക്കിയതാ. ഓടിച്ചെന്ന് ഇബ്നു സിയാദിന്റെ മുമ്പിൽ അങ്ങോട്ട് ചെന്ന് എല്ലോ ഊച്ചയെ കണ്ട എലിയെ പോലെ എങ്ങനെ നിന്ന് ഉടനെ തന്നെ ഇബ്നു സിയാദ് പറയാ, കുഫാനിവാസികൾ തുള്ളാനായിയോ രുങ്ങല്ലേ, ഞാനും യസീദും വസിക്കും കാലം നടപ്പില്ലേ. കുഫാനിവാസികൾ തുള്ളാനായി ഒരുങ്ങല്ലേ, ഞാനും യസീദും വസിക്കും കാലം നടപ്പില്ലേ. നൽകിയാരും അഭയം ദൂതർ ഹുസൈനാരെ, നെടുകെ പിളർത്തും ഞാൻ കഷ്ണമായ ബന്മാരെ. കുഫാനിവാസികൾ തുള്ളാനായി ഒരുങ്ങല്ലേ, ഞാനും യസീദും വസിക്കും കാലം നടപ്പില്ല.